ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫ് കറി കേട്ടോ, നാടൻ ബീഫ് കറി. അപ്പം എല്ലാവരും അതുപോലെ തയ്യാറാക്കുക. അപ്പം ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ചൂടായി വരുമ്പോൾ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സബോളയും തക്കാളിയും ഇഞ്ചും പച്ചമുളകും കൂടെ അതിൻ്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി വെക്കണം. അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്ത പ്രകാരം ചെയ്യണേ. എന്നിട്ട് മല്ലിപ്പൊടിയും മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടി, ഉലുവ, ഗരം മസാല പൗഡർ ഇതെല്ലാതും കൂടെ ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും പുതിനയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി കഴുകി വാര വെച്ചിട്ടുള്ള ബീഫുണ്ട്, അത് അതിൽക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തത്. അതിൽ പാകത്തിന് വെള്ളം കൂടെ, 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ പാകത്തിന് വെള്ളം ചേർത്ത് അത് നല്ലതിലൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒരു 6-7 വിസിലേട്ടം വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ബീഫ് കറി കണ്ടില്ലേ, റെഡിയായി. അപ്പോൾ ഇനി ഇതൊന്ന് താളിച്ചെടുത്താലേ നല്ല ടേസ്റ്റാവും. അപ്പോൾ അതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതും കറിവേപ്പിലും കൂടെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുക. അപ്പോൾ നല്ല ഒരു നാടൻ ബീഫ് കറിയാണ് ഇതിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം.